സുധിച്ചേട്ടനാണ്. തീർച്ചയായിട്ടും. കാരണം ആ ഫ്ലോറിൽ ഫസ്റ്റ് കമാർപ്പന എന്ന് പറയുന്ന ആ സമയത്ത് ഏറ്റവും ആദ്യം ഞാനാണ് ഇപ്പൊ ജൂനിയറാണ്, അവരെല്ലാം സീനിയറാണ്. സ്റ്റാർ മാജിക് കമാർപ്പന തുടങ്ങി 18ാമത്തെ എപ്പിസോഡിലാണ് ഞാൻ എത്തുന്നത്. അപ്പൊ ഞാൻ അവിടെ എനിക്ക് റാഗിങ് കിട്ടിയിട്ടുണ്ട്. സുധിച്ചേട്ടനാണ് ആ ഫ്ലോറിൽ ഏറ്റവും സീനിയർ, അദ്ദേഹമാണ് ഏറ്റവും അധികം കാലെടുത്ത് വെച്ചിട്ടുള്ളത്. അതെ, പുള്ളി കാലെടുത്ത് വെച്ചോണ്ടാന്ന് തോന്നുന്നു ഇപ്പം ഇപ്പൊ കേരളം കത്തിക്കൊണ്ടിരിക്കുന്നത്. സുധിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ പറയാലോ, ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയും ഇതുപോലെ ഒരു നാറി ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ സുധിയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു പൊളിച്ച് നടക്കുക, വെള്ളം അടിച്ച് കളയുക, പിന്നെ ആദ്യം ആരെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുകയും, പിന്നെ അത് മാത്രമല്ല ജോലിക്ക് പറഞ്ഞു വിടുകയും. ജോലിക്ക് പോകുന്ന അത്ര വലിയ തെറ്റോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവൻ അങ്ങനെ ഇതൊന്നും ചെയ്യത്തില്ല, ഇവരെ കൊണ്ട് കടം മേടിപ്പിക്കും, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇവർ കുഞ്ഞിനെ, അതായത് കിച്ചുവിനെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത് അമ്മയും അച്ഛനെയായിരുന്നു ഈ സ്ത്രീയുടെ. അവർ ഈ പറയുന്ന സീക്രട്ട് ഏജന്റിനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവോ, ഈ നമ്മുടെ ഹോട്ടലിൽ പൈസ പോലും കൊടുക്കാതെ ഇവനെന്തെടുത്ത് അവസാനം പാസ്പോർട്ടും കാര്യങ്ങളും അവിടെ നിന്ന് കൊടുത്തത് ഇറങ്ങി വന്ന ഒരവസ്ഥ വരുന്നുണ്ട് ഈ പറയുന്ന സ്ഥിതിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ഒരു കലാകാരൻ എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, അവൻ വിചാരിച്ച് അവൻ എത്ര രൂപ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതുപോലുള്ള സിനിമ ഫീൽഡും ഇത് പ്രോഗ്രാമൊക്കെ അവന് അഭിനയിക്കുമ്പോൾ നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അപ്സര പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രേണുസുതി അങ്ങ് സപ്പോർട്ട് ചെയ്ത് അങ്ങ് കൊണ്ടുപോകാൻ ഒരു പുല്ലുമില്ല. എൻ്റെ മനസ്സിലാണ് ഇപ്പോഴും കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് അതുലിൻ്റെ കേസ് കേട്ടില്ല. ഞാൻ അങ്ങനെ മറന്നിട്ട് പോകുന്നവനൊന്നുമല്ല. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ കമൻറ്റ് ബോക്സ് ഇരുന്ന് കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. കഥ അറിയാതെ സംസാരിക്കുന്നത്. എനിക്ക് രേണുവിനെ ഇഷ്ടമല്ല, ഇച്ചുവിനെ ഇഷ്ടമല്ല, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. എനിക്ക് അവനെ അങ്ങനെ പുണ്യാളനാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം വിട്ടതാണ് ആ കേസ് കേട്ട്. ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞാണ്, ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല, നിന്റെ കാര്യങ്ങളൊക്കെ വിഷമം വന്നെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നത്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനോ സംസാരിക്കാനോ പോകുന്നില്ല. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്താ വെച്ച് കിച്ചുവിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രേണുവിന് സപ്പോർട്ട് ആവുമോ, രേണുവിൻ്റെ PR ആവുമോ, രേണുവിൻ്റെ കയ്യിൽ പൈസ മേടിച്ചെന്നാവോ? എന്തിനാ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇടുന്നേ? കഥ അറിയാതെ സംസാരിക്കരുത്. പറഞ്ഞ മനസ്സിലായോ? എനിക്ക് രണ്ടും കണക്കാണ്. പിന്നെ വേറെ ഒരുത്തനുണ്ടായിരുന്നല്ലോ സുധി, 3 കണക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും അപ്സര പറയുന്ന വീഡിയോ ഒന്ന് വെച്ചുതരാം. എനിക്ക് തോന്നുന്നു ഈ മീഡിയാസ് അല്ലേ പുള്ളിക്കാരി ശരിയാ. മീഡിയ വരുമ്പോഴാണ് നമ്മളാണെങ്കിൽ പോലും നമ്മൾ ഇനാഗുറേഷൻ ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾ പറയുന്നത് മീഡിയയിൽ വരുന്നതുകൊണ്ടാണ് പുള്ളി അറിയുന്നത്. ഇത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ സീരിയസ് വരുന്നു. പക്ഷെ ചില ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? നല്ല രീതിയിൽ നിങ്ങളൊരു വീഡിയോ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്, എനിക്ക് നല്ലതാണ്. ഇവിടെ മിസ്യൂസ് ചെയ്യുന്നതിന്റെ ഓക്കെ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രേണുസുതി വിഷയത്തില്ല. രേണു തന്നെയാണ് മീഡിയക്കാരെ വിളിച്ചു വരുത്തുന്നത്. രേണു തന്നെ വിളിച്ചു വരുത്തിയിട്ട് രേണു തന്നെ ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെറ്റപ്പരിപാടി എന്ന് വെച്ചാൽ ചെറ്റപ്പരിപാടി. സത്യം പറയാൻ നമുക്ക് വലിച്ചേറി ഒട്ടിക്കാൻ തോന്നുന്നു ചില സമയത്ത്. അവിടെ ആശിനും പിന്നെ അശ്വൻ എന്ന് പറഞ്ഞൊരു ചെറ്റയും കൂടെ ഒക്കെ വന്നിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പേരുണ്ട്, അത് തന്നെ വിളിച്ചു പറയും. അതുപോലത്തെ നാറിയ പരിപാടികളൊക്കെ, അതൊക്കെ എൻ്റെ പൊന്നു ഈ ഡബിൾ മീനിങ്. എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ കാണുന്നത് ഡബിൾ മീനിങ് ഒക്കെ അടിക്കുന്ന അടി കാണണം. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതങ്ങ് ആൾക്കാരെടുത്തിട്ടങ്ങ് വറക്കണം. അവൾ അതിനുവേണ്ടി നിന്ന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ദേ കിടക്കുന്നു, മൂഞ്ചി കുത്തിയിരിക്കുക. പറഞ്ഞുതരാം, പച്ചയ്ക്ക് പറഞ്ഞുതരാം, അനുഭവിക്കട്ടെ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ അത് മോശമായ രീതിയിൽ വരുമ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന നിങ്ങളടക്കമുള്ള എല്ലാവർക്കും ചീത്ത പറയാം. മനസ്സിലാക്കണം. അപ്പം പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മരിച്ചു. ഇപ്പൊ എന്റെ അച്ഛൻ, ഞാൻ ചെറുപ്പത്തിൽ മരിക്കുന്നത്. അതിനുശേഷം എന്റെ അമ്മയ്ക്ക് അറിയുന്ന ജോലി ചെയ്താൽ എന്റെ അമ്മ എന്നെ വളർത്തിയത്. പുള്ളിക്കാരിക്ക് എന്താണ് പറയുന്നത്, പുള്ളിക്കാരി ചെയ്ത് ജീവിക്കട്ടെ. ഇഷ്ടമല്ലാത്ത ആൾക്കാർ അവർ വേറെ ആരെയും കൊല്ലാനോ മോഷ്ടിക്കാനോ പിടിച്ചു വയ്ക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മുടെ സമൂഹത്തില് ഇതേപോലെ റേസ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ സമൂഹം എപ്പോഴും 2 രീതിയിലാണ് പറയാൻ. എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യമാണ് ഈ ഒരു കാര്യം പറയാം. കാരണം ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ കൈയടിക്കുകയും അതേ സെയിം കാര്യം വേറെ കുറച്ച് ആൾക്കാർ ചെയ്യുമ്പോൾ വിമർശിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഈ സമൂഹത്തിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരായിരിക്കും എല്ലാവർക്കും. രേണുവിന്റെ വിഷയത്തിൽ വേറെ ഒന്നുമല്ല, സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്. എന്റെ സുധിച്ചേട്ടൻ ജീവനാണ്, അങ്ങനെയാണെന്നൊക്കെ എപ്പോഴും കടന്ന് പറയുമല്ലോ. അതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. എന്തിന് ആ പേര് മാറ്റിക്കൂടെ? നമുക്ക് ആണോമാനമില്ലേ? എന്റെ സുധിച്ചേട്ടൻ എന്നും പറഞ്ഞിട്ട് അപ്പുറത്തെ മെമ്പർഷിപ്പിൽ വന്നിട്ട് അഴിഞ്ഞാടുക ചെയ്യുന്നത്. തോന്നിവാസങ്ങളെ കാട്ടി നിങ്ങൾ ആ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ഡ്രസ്സ് ഇട്ടോട്ടിരിക്കുകയാണെങ്കിൽ അവിടെ പാതി കാണത്തില്ല, അങ്ങ് അഴിച്ചിട്ടോട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വ്യക്തി എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു മനുഷ്യന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് വലിയ കലാകാരൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർ കാണിക്കുന്നത് എന്താണ്? പൈസ കൊടുത്ത് എന്തോ ആവാം. വിവരക്കേട്. ആരെയും കൊല്ലാത്തടത്തോളം കാലം, മോഷ്ടിക്കാത്തടത്തോളം കാലം, ആരെയും ദ്രോഹിക്കാത്തടത്തോളം കാലം നമുക്ക് എനിക്ക് അവരെ വിമർശിക്കാൻ പറ്റില്ല.
മതി മതി വിട്ടോ 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 ഇനി ഏരിയ കാണണ്ട. ഇനി വേറൊരു രസകരമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. എനിക്ക് ചിരി വന്നൊരു വീഡിയോ 2 എണ്ണത്തിന് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം എന്ന് പറഞ്ഞാൽ വേറെ അല്ല, സജിന ഈ പറയുന്ന ശ്രീതു ഈ താങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നു രേണു സുധി എന്നും പറഞ്ഞിട്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. രേണുവിന്റെ പ്രിയപ്പെട്ടവരാരാന്ന് ഒന്ന് കേട്ട് നോക്ക്. കുറച്ച് പേരുണ്ട് എന്റെ ഒപ്പം നിൽക്കുന്ന, എന്റെ വീട്ടുകാരാണ്, എന്റെ ചേച്ചിയാണ്, പിന്നെ എനിക്കൊരു മാനേജർ ഉണ്ട് കരീഷ്മ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല രേണു? അറിയാൻ മേത്തോണ്ട് ചോദിക്കുക. എനിക്ക് തോന്നിയ കരീഷ്മയ്ക്കൊക്കെ ഇനി അഭിമാനമൊക്കെ ഉണ്ടോണ്ടാന്ന് തോന്നുന്നു കരീഷ്മ ആരും എടുത്ത് ട്രോളാത്ത, കാരണം അവളൊന്നും രംഗത്ത് വരുന്നില്ല. ബാക്കി പറ കേക്കട്ടെ. എന്ത് വിഷമം. അതുപോലെ എനിക്ക് ഒരു ബ്രദർ ഉണ്ട്, അതുപോലെ എനിക്ക് നല്ലൊരു തിക് ഫ്രണ്ടും ഉണ്ട്. ബ്രദർ ആരാ? അശ്വിനാണോ? അശ്വിൻ ബ്രദർ കൂടപ്പുറപ്പിനെ പോലാന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങൾ തന്നെ വീഡിയോ പറയുന്നതാണ് ബ്രദർ ആന്ന് പറയുന്നത്, എന്നിട്ട് ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ് ഒക്കെ അടിക്കുന്നതോ? ഇതൊക്കെയാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത്. പറ, അവന് തെക്ക് ഫ്രണ്ട് ഇല്ലേ ദുബായിലെ കാക്കയാണെന്ന് തോന്നുന്നു. അവന്റെ പേരെന്താ പറയാത്തേ? മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നത് സെറ്റായി. കാരണം ഈ 10,000 പേര് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞത്, ഈ 4 പേര് എന്റെ അടുത്തൊന്ന് ഒന്നുമില്ല, അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ എന്റെ അലത്തില്ലാതാവും. അതാണ് എന്നെ ഇങ്ങനെ നിലനിർത്തുന്ന ഒരു ശക്തി. എനിക്ക് വയ്യ. ഇവിടെ സോഷ്യൽ മീഡിയ കിടന്ന് രേണു സുധിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തിയാണ്, ഒന്ന് സജിനെ ഒന്ന് ശ്രീതു. ഇപ്പൊ ദേ കിടക്കുന്നത്. നിങ്ങൾക്കൊക്കെ അത് തന്നെ വേണം, അനുഭവിക്കുക. നിങ്ങളൊക്കെ കണ്ടില്ലേ, പട്ടിയുടെ വില പോലും ഇല്ല. അവിടെ നിങ്ങളുടെ പേര് പോലും മിണ്ടിയില്ല, അതിനുള്ള യോഗ്യത ഇല്ല എന്നുള്ള അർത്ഥമാണ് അവിടെ കാണിക്കുന്നത്. പേര് പോലും നിങ്ങൾ അവർക്ക് വേണ്ടി കിടന്ന് വാദിക്കുന്നുണ്ട്. ഈ പറയുന്ന ശ്രീതുവിനെ കുറിച്ച് ഈ എന്താ പറയണ്ടേ, രേണുസുതി തന്നെ അവൾ എന്റെ ഫ്രണ്ട് അല്ലെന്ന് പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞാണ്. പബ്ലിക്കായിട്ട് എന്നിട്ടും കിടന്ന് ഇപ്പൊ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നു. നാണം കെട്ടതിനൊക്കെ എന്തോ പറയാനാന്ന് പറ. ഈ ചേച്ചിയുടെ വേറൊരു വീഡിയോ വെച്ചു തരാം. അപ്പം എന്താ പറയാ, ഫോണും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റില്ല. യാതൊരുവിധ ബന്ധമില്ലാത്തവരൊക്കെ വന്നിട്ട് വിളിക്കുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എല്ലാ വിവാദങ്ങളോടുമുള്ള എനിക്ക് ഇനിയിപ്പോ ഒരു വിവാദങ്ങൾ ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് ബാധിക്കാനില്ല. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിതൊന്നും ബാധിക്കത്തില്ല. ഞാൻ നല്ല തിരക്കിലാണ്, ഞാൻ ഇപ്പോഴും ദുബായിലാണ്, ജോലി തിരക്കുമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. അതെ, 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, കരഞ്ഞ് മെഴുകുകയാണ്. നല്ല രീതിയിൽ കാണുന്നുണ്ട് കൊച്ചമ്മ, നല്ല രീതിയിൽ കുറെ പത്രപ്പാട് വിടുന്നുണ്ട്. ദൈവം സഹായിച്ച് എന്താ പറയാ, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി നന്ദി. എല്ലാം സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞിട്ടല്ലേ നന്ദി ആദ്യം ആ മനുഷ്യനോട് കാണിക്കുക. ആത്മാവെങ്കിലും ഒന്നിതാവട്ടെ. കാണാൻ ഒരുപാട് ദ്രോഹിച്ചതല്ലേ. അല്ലേ, മരിക്കുന്നതിന് മുമ്പ് ചൂലും കെട്ടിട്ട് ഓടിച്ച കഥകളൊക്കെ നാട്ടുകാർ പറഞ്ഞ ഓർമ്മയുണ്ട് പണ്ട്. അതൊന്നും ഇനി ഇവിടെ എടുത്തിരുന്നില്ല. ഇപ്പൊ പഴയ രേണു സുധിയല്ല, പുതിയ രേണു സുധിയ, രേണു 2.3.5. പിന്നെ ഇനി വരുന്ന വിവാദങ്ങൾ ഇപ്പൊ വരുന്ന വിവാദങ്ങളൊന്നും എന്നെ ഇനി ബാധിക്കുന്ന പ്രശ്നമേ. ഇതൊക്കെ കുറെ ഞങ്ങള് കേട്ടതാ മോളെ. എന്നിട്ട് ഇരുന്ന് പട്ടിയെ പോലെ ഇരുന്ന് മൂങ്ങും. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഈ തെറി പറയുന്നതിനോടൊക്കെ എനിക്ക് ചിരിയാണ് വരാറ്. കരച്ചിൽ കാണുമ്പോഴേ അറിയോ, പേര് പോലും അറിയാതെ കിടന്നിട്ടങ്ങ് വിളിക്കും ഓരോ തൊനയൊക്കെ. ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല, പറഞ്ഞോട്ടെ, അവർ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇനി തൊട്ടുള്ള വിവാദങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. അതുപോലെ തന്നെ എനിക്ക് വിവാദങ്ങളോട് പറയാനുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാം, നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കാം, ഞാൻ നേരിട്ട് സംസാരിക്കാം. സോ ബൈ. ഈശ്വര, നേരിട്ട് വന്ന് കാണാൻ ഞങ്ങൾക്ക് അതിനുള്ള ഇതില്ല, ത്രാണിയില്ല. പിന്നെ ദേവിയല്ലേ പോയിരുന്ന് സാഷ്ടാംഗം പ്രണയിക്കാൻ. പ്രണയിക്കാനല്ല, ഇതുവരെ തന്നെ പറയുന്നത് അത് തന്നെ. ഇനി മോനെ, നീ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് നിന്നെ കൊണ്ട് ആരൊക്കെയോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഇതൊക്കെ ഇപ്പോഴേ പറഞ്ഞ് വെച്ചേരും, നല്ലതായിരിക്കും. നാളെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് ഈ ഒരു ക്ലിപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് മുൻകൂട്ടി ഇവരെ വിളിപ്പിച്ച് ആരെങ്കിലും ഒക്കെ വെച്ച് കാണും. അതിനു വേണ്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും മോനെ, എന്റെ കിച്ചു, നീ നിന്റെ കാര്യം നോക്കും, ബുദ്ധിപൂർവ്വം കൂടെ ചിന്തിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നീ വിട്ടുപോകത്തോടെ നിന്റെ ലൈഫിൽ. നിന്റെ പാസ്റ്റ് ആർക്കും അറിയത്തില്ലായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. നിന്റെ പാസ്റ്റിൽ കുറെ വിഷയങ്ങളുണ്ടെന്ന് നീ തന്നെ ഇവിടെ ഇടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കഞ്ചാവിന്റെ കേസായിട്ട് മാത്രമേ ആൾക്കാർ അറിയത്തുള്ളായിരുന്നു. ഇനി ബാക്കി നീ ആയിട്ട് എന്നിട്ട് പറയാതിരിക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.